അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം പേജ് 23 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നഖറഉ വ നഫ്ഹം, വായിക്കാം, മനസ്സിലാക്കാം. ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. ഷാമിൽ ദാരിസുൻ ഫിസ്സഫി സാദിസ് സഹബ മഅ ഉസ്റതിഹി ഇലാ ഊട്ടി വസ്വലു ഇലാ ഊട്ടി സ്വബാഹൻ ഷാഹദു മനാളിറ ജമീലതൻ ഫരിഹ ഷാമിൽ ബിതിൽക الرحلة زار هو وأسرته حديقة الورود ركبوا القوارب في البحيرة جلس شامل في القارب خائفا ونظر إلى البحيرة متعجبا عند العروب رجعوا من ഊട്ടി. ഇപ്പം നമ്മുടെ ഷാമില് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഷാമിൽ ദാരിസുൻ ഫിസ്സഫി സാദിസ്, 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഷാമിൽ. സഹബ പോയി, മഅ ഉസ്റതിഹി അവന്റെ കുടുംബത്തിന്റെ കൂടെ, ഇലാ ഊട്ടി ഊട്ടിയിലേക്ക് പോയി, വസ്വലൂ അവരെത്തി, ഇലാ ഊട്ടി ഊട്ടിയിലേക്കെത്തി, സ്വബാഹൻ രാവിലെ, ഷാഹദൂ അവർ കണ്ടു, മനാളിറ ജമീലത്തൻ മനാളിർ കാഴ്ചകൾ, ജമീലത്തൻ മനോഹരമായ, ഫരിഹ ഷാമിൽ ഷാമിൽ സന്തോഷിച്ചു, ബിതിൽക الرحلة ഈ യാത്ര കൊണ്ട് ഷാമിലിന് വളരെ സന്തോഷമുണ്ടായി. സാറ ഹുവ സാർ സന്ദർശിച്ചു, ഹുവ വഉസ്റതുഹു അവനും അവന്റെ കുടുംബവും, ഹദീഖത്തൽ വുറൂദ് റോസ് ഗാർഡൻ, ഊട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് റോസ് ഗാർഡൻ. റക്കിബു അൽ ഖവാരിബ അവർ ബോട്ടുകളിൽ കയറി, ഫിൽ ബുഹൈറ തടാകത്തിൽ, ജലസ ഷാമിൽ ഷാമിൽ ഇരുന്നു, ഫിൽ ഖാരിബി ബോട്ടിൽ, ഖായിഫൻ പേടിച്ചുകൊണ്ട്, വനളറ ഇലൽ ബുഹൈറ വനളറ എന്നിട്ട് നോക്കി, ഇലൽ ബുഹൈറ തടാകത്തിലേക്ക് നോക്കി, മുതഅജ്ജിബൻ അത്ഭുതത്തോടെ, ഇന്ദൽ ഉറൂബി സന്ധ്യയായപ്പോൾ സൂര്യാസ്തമയമായപ്പോൾ, റജഊ അവർ മടങ്ങി, മിൻ ഊട്ടി ഊട്ടിയിൽ നിന്ന്. അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫിൽ പല വാക്കുകളും നിറം കൊടുത്തതായിട്ട് കാണാം. ഏതൊക്കെ വാക്കുകളാണ്? സഹബയുണ്ട്, വസലൂ എന്നുണ്ട്, ഷാഹദൂ ഉണ്ട്, ഫരിഹ, സാറ, റക്കിബൂ, ജലസ, നളറ, റജഊ. ഈ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തന്നിരിക്കുന്ന എല്ലാ പദങ്ങളും ഫിഇല് മാളിയാണ്. തന്നിരിക്കുന്ന മുഴുവൻ പദങ്ങളും ഫിഇല് മാളിയാണ്. മാളിയായ പദങ്ങൾ ഹുവ എന്ന ലമീർ ചേർന്ന് വരുമ്പോൾ, ഹുവ അവൻ, ഒരാൺകുട്ടി എന്ന ലമീർ ചേർന്ന് വരുമ്പോൾ, മാളിയായ പദങ്ങൾ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ഏത് രൂപത്തിൽ? സഹബ, ഫരിഹ, സാറ, ജലസ, നളർ. ഇങ്ങനെ, അതായത് മാളിയായ ഫിഇലിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്നാൽ മാളിയായ ഫിഇല് വരുന്നത് അതിൻ്റെ ലമീർ ഹും ആണെങ്കിൽ, ഹും അതായത് അവർ കുറേ പേർ, അവർ കുറേ ആളുകൾ എന്ന ലമീർ ചേർക്കുമ്പോൾ, ഫിഇലിൻ്റെ കൂടെ അവസാനത്തിൽ വാവും അലിഫുമാണ് ചേർന്ന് വരിക. ഏതുപോലെ? വസ്വലൂ, ഷാഹദൂ, റക്കിബൂ, റജഊ. ഇങ്ങനെ അതിൻ്റെ
കൂടെ വാവും അലിഫും ചേർന്ന് വരും. സഹബ ലമീർ ഹുവയാണ്. ഹുവ പ്ലസ് സഹബയാണ് സഹബ. സഹബ എന്ന വാക്കിൽ തന്നെ ഹുവ എന്ന ലമീറുണ്ട്. ഫരിഹ ഹുവ പ്ലസ് ഫരിഹ. സാറ ഹുവ പ്ലസ് സാറ. ജലസ ഹുവ പ്ലസ് ജലസ. നളറ ഹുവ പ്ലസ് നളറ. ഹും എന്ന ലമീർ ചേർന്ന് വരുമ്പോൾ വരുന്ന വ്യത്യാസം നമുക്കിവിടെ കാണാം. ഹും പ്ലസ് വസ്വല വസ്വലൂ. ഹും പ്ലസ് ഷാഹദ ഷാഹദൂ. ഹും പ്ലസ് റക്കിബ റക്കിബൂ. ഹും പ്ലസ് റജഅ റജഊ. ഇങ്ങനെ ഹും ചേർന്ന് വരുമ്പോൾ അവസാനത്തിൽ വാവും അലിഫും ചേർന്ന് വരും. തൊട്ട് താഴെ നസിലു ബിൽ മുനാസിബ്. നസിലു ബിൽ മുനാസിബ് ചേരുംപടി ചേർക്കാനാണ്. അനുയോജ്യമായതിനെ തമ്മിൽ ചേർക്കുക. അപ്പോൾ ഇവിടെ ഹുവയും ഹുമ്മുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹുവ ചേർക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കണം. ഫായിലും നോക്കണം, ഫിഇലും നോക്കണം. ഇവിടെ തന്നതൊക്കെ ഫായിലാണ്, ഇവിടെ തന്നതൊക്കെ ഫിഇലാണ്. അപ്പോൾ ഫായിലിൻ്റെ അകത്ത് അൽ വലത് ഒരാൺകുട്ടി, ഒരാൺകുട്ടി ഒറ്റൊരാളായതുകൊണ്ട് ഹുവ തന്നെയാണ് ചേർക്കുക. അതിനോട് അൽ വലതു ഹുവ. എന്നാൽ രണ്ടാമത്തത് അൽ ഔലാദാണ്, ആൺകുട്ടികൾ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനെ ഹുമ്മിലേക്കാണ് ചേർക്കുക. അടുത്തത് അത്വാലിബു, ഒരു വിദ്യാർത്ഥി. അപ്പോൾ ഏതിലേക്കാണ് ചേർക്കുക? ഹുവയോടാണ് ചേർക്കുക. അത്വാലിബു ഹുവ. അടുത്തത് അത്തുല്ലാബ്, വിദ്യാർത്ഥികൾ. അപ്പോൾ അതേതിലേക്കാണ് പോവുക? ഹും, അവർ, വിദ്യാർത്ഥികൾ. തൊട്ടടുത്ത ഫിഇലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് മാളിയാണെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നത് മുളാരിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നവയുടെ അർത്ഥം അറിയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന വാക്ക് യൽ അബൂന എന്നുള്ളതാണ്. യൽ അബൂന. ഫിഇൽ മാളിയിൽ ഈ വാക്ക് ലഇബ എന്ന രൂപത്തിലാണ് വരിക. ലഇബ, കളിച്ചു. അതിനെ ഫിഇൽ മുളാരിയിലേക്ക് മാറ്റുമ്പോൾ യൽ അബു എന്ന രൂപത്തിലേക്ക് മാറും. ലഇബ, അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹുവ എന്ന ലമീർ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ കളിച്ചു എന്നാകും. യൽ അബു, അതിലും ഹുവ എന്ന ലമീർ തന്നെയാണുള്ളത്, അവൻ കളിക്കുന്നു. നമുക്ക് വന്നിരിക്കുന്ന വാക്ക് യൽ അബൂന, അവർ കളിക്കുന്നു. അപ്പോൾ ഫിഇൽ മുളാരിയിൽ അവർ അല്ലെങ്കിൽ ഹും എന്ന ലമീർ വരുമ്പോൾ അവസാനത്തിൽ വാവും നൂനും ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഫിഇൽ മാളിയിൽ വാവും അലിഫുമായിരുന്നു ഉപയോഗിച്ചത്. ഇവിടെ വാവും നൂനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൽ അബൂന, അവർ കളിക്കുന്നു. അത് ഹുവയാണോ ലമീർ അല്ലെങ്കിൽ ഹും ആണോ ലമീർ? നമ്മൾ മനസ്സിലാക്കി ഹും എന്നുള്ളതാണ് ലമീർ. തൊട്ടടുത്ത വാക്ക് യഖ്റഉ. ഖറഅ എന്ന ഫിഇൽ മാളിയുടെ ഫിഇൽ മുളാരിയാണ് യഖ്റഉ, അവൻ വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലമീർ ഏതാണ്? ഹുവ, അവൻ എന്നുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഹുവ. അടുത്തത് യദുറുസൂന, അവസാനത്തിൽ വാവും നൂനും വന്നിട്ടുണ്ട്, അതായത് ഹും എന്ന ലമീറിലാണ് ഇത് വരുന്നത്, അവർ പഠിക്കുന്നു. അടുത്തത് യക്തുബു, ഫിഇൽ മുളാരി തന്നെയാണ് വന്നിരിക്കുന്നത്, അവസാനത്തിൽ വാവും നൂനും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് ഹുവ ലമീറിലേക്കാണ് ചേരുന്നത്. ഇനി നമുക്ക് ഇവ വെച്ചുകൊണ്ട് ഓരോ സെൻറ്റൻസുകൾ കൂടി ഉണ്ടാക്കാം. നമ്മൾ ചേർത്ത് വെച്ചതിനെ ഉപയോഗിക്കുകയാണ്.
അൽ വലതു ഹുവ യഖ്റഉ. ഹുവ എന്നുള്ള ലമീർ യഖ്റഉ എന്ന വാക്കിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട്, യഖ്റഉ എന്ന് പറഞ്ഞാൽ തന്നെ ഹുവ എന്നും കൂടി അടങ്ങിയതായതുകൊണ്ട് ഹുവ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നില്ല. പകരം യഖ്റഉൽ വലതു. അറബിയിൽ ഫിഇലാണ് ആദ്യം ഉപയോഗിക്കുക, പിന്നീടാണ് ഫാഇൽ വെക്കുക. അതായത് ചെയ്ത പ്രവൃത്തിയാണ് ആദ്യം വെക്കുക, പിന്നീടാണ് ആരാണ് ചെയ്തത്, ആരാണോ ചെയ്തത് അയാളെയാണ് ഫാഇൽ എന്ന് പറയുക. അപ്പം നമുക്ക് വെക്കാം യഖ്റഉൽ വലതു. രണ്ടാമത്തെ വാക്ക് അൽ ഔലാദു. ലമീർ ഹും എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഹും ലമീർ വരുന്ന ഒരു വാക്കാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. യൽ അബൂന. അപ്പോൾ നമ്മൾ സെൻറ്റൻസിലേക്ക് അതിനെ മാറ്റുമ്പോൾ ആദ്യം ഫിഇൽ വെക്കണം. യൽ അബൂന അൽ ഔലാദു. യൽ അബൂന എന്നതിൽ തന്നെ ഹും എന്ന ലമീർ ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ ഹും ഉപയോഗിക്കുന്നില്ല. അത്വാലിബു വിദ്യാർത്ഥി. ഹുവയാണ് ലമീർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഹുവ ലമീർ വരുന്ന ഒരു വാക്ക് നമുക്ക് ഇവിടുന്ന് എടുക്കണം. യക്തുബു. ഹുവ ലമീർ വരുന്നതാണ്. അപ്പോൾ ഫിഇൽ ആദ്യം വെക്കാം, പിന്നീട് ഫാഇൽ വെക്കാം. യക്തുബു ത്വാലിബു. അടുത്തത് തുല്ലാബ് വിദ്യാർത്ഥികൾ. അത് ഹും എന്നുള്ള ലമീറാണ് വരുന്നത്, പക്ഷെ നമ്മൾ എഴുതുന്നില്ല. പകരം ഹും എന്ന ലമീർ ചേർന്ന് വരുന്ന ഒരു പദം എടുക്കുകയാണ്. യദ്റുസൂന. ഇനി നമ്മൾ ഫിഇൽ ആദ്യം വെക്കുന്നു, ഫാഇൽ തൊട്ടുടനെ വെക്കുന്നു. യദ്റുസൂന തുല്ലാബു. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം.